ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്തത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. അതായത് BMS, അതായത് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതൊരു ചെറിയൊരു ബോർഡാണ്, സർക്യൂട്ട് ബോർഡാണ്. 10 ആംസ് വരെ. അതായത് ഇത് എന്തിനു ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അത്യാവശ്യം നമ്മളിപ്പോൾ ലിഥിയം അയൺ ബാറ്ററികളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ 3 ബാറ്ററികളൊക്കെ നമ്മൾ സീരീസ് ആയിട്ട് കൊടുത്ത് നമുക്ക് അതിൽ നിന്നും ഏകദേശം ഒരു 11 വോൾട്ടേജ് നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള പല രീതിയിൽ നമ്മൾ, അതായത് ലാപ്ടോപ്പിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന സിസ്റ്റമാണ് BMS സിസ്റ്റം. അതതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാം. ഇതിനെക്കുറിച്ചൊന്ന് വ്യക്തമായിട്ടൊന്ന് പറയാം. അതായത് ഇതിൻ്റെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ അതിൻ്റെ പോസിറ്റീവ് പ്ലസ് മൈനസ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ആദ്യമേ തന്നെ എന്ത് യൂസ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സോളാർ സിസ്റ്റം കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ബാറ്ററിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ലാപ്ടോപ്പിൻ്റെ ബാറ്ററി നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ BMSൻ്റെ സർക്യൂട്ട് നമ്മൾ ഇതിപ്പോൾ ഏകദേശം 170 റേഞ്ച് വരുന്നുള്ളൂ. ഇത് വാങ്ങിച്ചതിന് ശേഷം 3 ബാറ്ററികൾ നമുക്ക് സീരീസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 12 വോൾട്ടേജ് കിട്ടും. നമുക്ക് 10 ആംസ് വരെ മാക്സിമം ഇതിൽ നിന്ന് കിട്ടും. സോളാറിൽ നമുക്ക് ചാർജ് ചെയ്യാം. സോളാറിൽ ചാർജ് ചെയ്ത് കൂടെ ഏകദേശം ഒരു 2-3 മണിക്കൂർ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ ചെറിയൊരു ഇൻവെർട്ടർ വേണമെങ്കിൽ ഈ ബാറ്ററി കൊണ്ട്, ലിഥിയം അയണിൻ്റെ ചെറിയ ബാറ്ററി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഇൻവെർട്ടർ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. വേണമെങ്കിൽ ഇൻവെർട്ടർ സോളാർ വർക്ക് ചെയ്യുന്ന പകൽ സമയങ്ങളിൽ പോലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ TV കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ ബാറ്ററി ചാർജ് ആവുകയും ചെയ്യും. വൈകിട്ട് രാത്രി സമയങ്ങളിൽ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ്. ഇത് എങ്ങനെയാണ് കണക്ഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഈ സർക്യൂട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഞാനൊരു 3 ബാറ്ററി ഞാൻ വരച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ബാറ്ററിയുടെ പ്ലസ് മൈനസ് ഇതാണ്. ലിഥിയം അയോൺ ബാറ്ററി 3.7 വോൾട്ടേജ് ആണ് വരുന്നത്. ഒരു ബാറ്ററി വരുന്നത് 3.7 വോൾട്ടേജ്. അങ്ങനെ 3 ബാറ്ററി വയ്ക്കുമ്പോൾ ഏകദേശം 11.1 വോൾട്ടിൻ്റെ അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഡിവൈസുകളെല്ലാം വർക്ക് ചെയ്യുന്നതിന് ഏകദേശം ഒരു 11 വോൾട്ട് 12 വോൾട്ടിൻ്റെ വരുന്നത് 11 വോൾട്ട് നമുക്ക് സിമ്പിളായിട്ട് മതി. അത് UPS ഒക്കെ സിമ്പിളായിട്ട് ഇൻവെർട്ടറൊക്കെ വർക്ക് ചെയ്യുന്നത് 12 വോൾട്ട് മതിയാവും. അത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ B പ്ലസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ആ ബാറ്ററിയുടെ പ്ലസ് മൈനസും കറക്റ്റായിട്ട് കൊടുക്കുക. പ്ലസ് മൈനസ്, അതായത് B മൈനസ് എന്ന് നമ്മുടെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. കേട്ടോ, B മൈനസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന ബാറ്ററിയുടെ ഏറ്റവും താഴെ കൊടുക്കുന്ന ബാറ്ററിയുടെ, അതായത് 3 ബാറ്ററി സീരീസ് ആയിട്ട് ചെയ്യുന്ന ഏറ്റവും ബാറ്ററിയുടെ താഴെ കൊടുക്കുന്നതാണ് B മൈനസ്. പിന്നെ ഏറ്റവും ടോപ്പിൽ കൊടുക്കുന്നത് B പ്ലസ്. ഈ B മൈനസ് എന്ന് പറയുന്നത് ബാറ്ററിയുടെ ഏറ്റവും താഴെ വരുന്ന കണക്ഷൻസ് ആണ് വരുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് വരുന്നത്, ഒരു ബാറ്ററി തുടങ്ങി ആ ഒരു ബാറ്ററിയുടെ B മൈനസ് ഏറ്റവും താഴെ എടുത്തു. പിന്നെ സെൻറ്റർ വരുന്നത് B1 എന്ന് കാണിക്കുന്നതാണ്ടോ, അത് അടുത്തത് ഞാൻ ഉദ്ദേശിച്ചത് B പ്ലസ്. അതായത് കോമൺ ആയിട്ട് വരുന്നത് ഏറ്റവും എൻഡ് വരുന്നത് B പ്ലസ്. ഇതാണ് രണ്ടും വരുന്നത്. അതായത് ഏറ്റവും താഴെ വരുന്നു, ഏറ്റവും മുകളിൽ വരുന്നു, പിന്നെ സെൻട്രലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതാണ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് B മൈനസ് B1ഉം B2 ആണ് വരുന്നത്. B1 എന്ന് പറയുന്നത് അടുത്ത തൊട്ടപ്പുറത്തിരിക്കുന്നത്, B2 എന്ന് പറയുന്നത് തൊട്ട അടുത്ത കണക്ഷൻസ്. ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുത്തതിന് ഇതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബാറ്ററികളും ഒരേ രീതിയിൽ ചാർജ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ BMS സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. BMS സർക്യൂട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബാറ്ററികളും ഒരേപോലെ ചാർജ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ കറക്റ്റായിട്ട് ആ ബാറ്ററി മെയിൻറ്റെയിൻ ചെയ്ത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ 3S എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം 3S ആണ്. അതായത് 3 ബാറ്ററി സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് 3S എന്ന് പറയുന്നത്. ചില ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയിൽ നമ്മൾ 4S കാണിക്കുന്നത്. 4 ബാറ്ററി നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. നമുക്ക് ഏതാണോ വേണ്ടത് അത് നോക്കിയിട്ട് നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കാം. P പ്ലസ് P മൈനസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിന് ചാർജ് ചെയ്യാൻ, ബാറ്ററി ചാർജ് ചെയ്യാൻ, ലിഥിയം ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാർജിങ് വോൾട്ടേജ് ആണ്. ഈ ചാർജ് ചെയ്യുന്ന ഇൻപുട്ടിൽ നിന്ന് തന്നെയാണ് ഇൻപുട്ട് വോൾട്ടേജ്. ഈ ഇൻപുട്ടിൽ നിന്ന് തന്നെയാണ് ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത്. അതായത് ചാർജിങ് നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ടും എടുക്കാം. ചാർജ് ആയതിനു ശേഷം അതിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളെല്ലാം, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓവറായിട്ട് ചാർജിങ് കാര്യങ്ങൾ പ്രൊട്ടക്ഷൻ ഉണ്ട്. എല്ലാ കാര്യങ്ങളും BMS സർക്യൂട്ട് കൺട്രോൾ ചെയ്തോളും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ലിഥിയം അയോൺ ബാറ്ററി ഒരിക്കലും ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ ശ്രമിക്കരുത്. എക്സ്പ്ലോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ലിഥിയം അയോൺ ബാറ്ററി നമ്മൾ സാധാരണ ചാർജ് ചെയ്യുന്ന പോലെ ട്രാൻസ്ഫോമറിൻ്റെ സപ്ലൈ ഉപയോഗിച്ച് ചാർജ് ചെയ്യാതിരിക്കുക. ഇതുപോലുള്ള സർക്യൂട്ട് BMS സർക്യൂട്ട് വഴി തന്നെ ചാർജ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.